സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്, എൻ്റെ നാട്ടുകാരനായ റാഫേൽ തട്ടിൽ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ തലശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ ജോസഫ് പാമ്പളാനി, അഭിവന്യ പിതാക്കന്മാരെ, നമ്മുടെ പാർലമെന്റ് മെമ്പർ ശ്രീമാൻ സുധാകരൻ, നമ്മുടെ MLA-മാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ശ്രീമാൻ സജീവ് ജോസഫ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, വൈദികരെ, എല്ലാവരും വളരെ ഷോർട്ട് പറയണമെന്നാണ് നമ്മുടെ പാമ്പളാനി പിതാവ് പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് 8 മിനിറ്റ് പറയാമെന്നാണ്. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം സൂപ്പർ സൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പിതാവ് പറഞ്ഞു വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അതൊരു ലീഡ് തരികയുണ്ടായി. നമ്മുടെ ഈ ചെമ്പേരി ലൂർദ് മാതാ പള്ളിയെ മാർപ്പാപ്പ ബസിലിക്കായി ഉയർത്തിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പാമ്പളാനി പിതാവിനെയും അതുപോലെ വെരിയർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് പിതാവിൻ്റെ അച്ഛനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവരോടൊപ്പം പ്രവർത്തിച്ച ഈ ചെമ്പേരിയിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ മലബാറിൽ വളരെയധികം ദൈവവിളികൾ ലഭിക്കുന്ന ഒരു ഇടവകയാണ് ഈ ചെമ്പേരി ഇടവക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ കണ്ണൂരും ധാരാളം വൈദികരും സന്യസ്തരും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പറയാറ് ചെമ്പേരി ഇടവക്കാരാണെന്നാണ്. ഇപ്പോൾ പിന്നെ നെല്ലിക്കുറ്റിയും അതുപോലെ മറ്റു ഇടവകളൊക്കെ ഇവിടെ അടുത്ത് വന്നു. പക്ഷെ ആദ്യം അവരെല്ലാം ഈ ഇടവക്കാരായിരുന്നു. അപ്പോൾ ഈ ഇടവക നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരിടവകയാണ്. അതിനെ ബസിലിക്കായിട്ട് ഉയർത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. സങ്കീർത്തകൻ പറയുന്നത് പോലെ ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, ലെറ്റ് us be glad and rejoice. ഇത് കർത്താവ് നൽകിയ ദിവസമാണിത്. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അഭിമാനമുണ്ടെന്ന്. അതിൻ്റെ കാരണം ഇവിടെ അഭിവന്യ പാമ്പളാനി പിതാവും അഭിവന്യ തട്ടിൽ പിതാവും കോഴിക്കോട് രൂപതയുടെ റോളിനെ കുറിച്ച് പ്രത്യേകം പ്രതിപാദിക്കുകയുണ്ടായി. അവിടെ ഞാൻ അതീവ നന്ദി പറയുകയാണ്. എന്നും കോഴിക്കോട് രൂപതയെക്കുറിച്ച് വളരെ മനോഹരമായി വളരെ ഗംഭീരമായി പറയുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ പാമ്പളാനി പിതാവ്. ആ പാമ്പളാനി പിതാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഞങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ എനിക്ക് നന്ദിയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ നമ്മുടെ ജോർജ് കാഞ്ഞിരക്കാട്ടിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളി 1947 കോഴിക്കോട് രൂപതയിലെ വൈദികരായിരുന്ന ജോസഫച്ചൻ ആദ്യമായിട്ട് വന്നത്. ജോസഫച്ചനാണ് കിഴക്കേ ഭാഗം എന്ന് പറയും. അദ്ദേഹമാണ് ഇവിടെ വന്ന് ഒരു വീട്ടിൽ കുർബാന ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ലൂർദ് അമ്മയുടെ തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നത്തെ കൊല്ലം നമ്മുടെ ജോസഫ് കുടക്കച്ചിറ എന്ന് പറയുന്ന അച്ഛൻ ഇവിടെ വികാരിയായി വന്നു. അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. മാത്രമല്ല, നിങ്ങളൊന്ന് ഓർക്കണം, 1926 മുതൽ കുടിയേറ്റം ആരംഭിച്ചതാണ്. അന്ന് മുതൽ ഈ ഭാഗത്തെ ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കോഴിക്കോട് രൂപതയാണ്.
അത് നമ്മുടെ കാരണവന്മാരൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട്. എപ്പോഴും കാണുമ്പോഴൊക്കെ അത് ഓർമ്മപ്പെടുത്താറുണ്ട്, നന്ദി പറയാറുണ്ട്. നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എഴുതിയത് ഈ മണ്ണിനെ അല്ലെങ്കിൽ കുടിയേറ്റ പ്രദേശങ്ങളെ വിഷകന്യക എന്നാണ് പറഞ്ഞത്. ഇവിടെ മുള്ള് മുരട് മൂർക്കപ്പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥലം കന്യകയാണെന്ന് ഇവിടുത്തെ പൂർവികർ മനസ്സിലാക്കി അതിൻ്റെ ഫലമായിട്ട് അവരിവിടെ വന്ന് ത്യാഗം ചെയ്ത് അവിടെ പണിയെടുക്കുകയായിരുന്നു. അവിടെ പണിയെടുത്ത് കാറ്റിനോടും കോളിനോടും അതിശക്തമായി അവരൊക്കെ നേരിട്ടുകൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. പിതാവ് പറഞ്ഞതുപോലെ വളർന്നു പെരുകുക, അതുപോലെ ഫലദായകമാക്കുക എന്ന് മേജർ ആർച്ച് പറയുണ്ടായി. അതുപോലെ തന്നെ ഈ ചെമ്പേരിയിലെ ജനങ്ങൾ വളർന്നു പെരുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതം ഫലദായകമാക്കി തീർന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.